സത്യം പറഞ്ഞാൽ നിന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കത്തില്ല, അല്ലെങ്കിൽ നിന്നെ ഞാൻ പോലീസിന് പിടിച്ചു കൊടുക്കും. ഇവിടുത്തെ മുത്തച്ഛൻ MLA ആയിരുന്ന ആളാണെന്ന് നിനക്കറിയാലോ. സത്യം പറയടി. അപ്പച്ചി വല്ലത് തെറ്റിദ്ധരിച്ചിരിക്ക. അങ്ങനെ കരുതി കൂട്ടി കൊലപാതകം നടത്താനുള്ള പ്രായമൊന്നും ദീമോൾക്കില്ല. ആരും ക്ലാസ് എടുത്ത് കൊടുത്തിട്ടുമില്ല. അബദ്ധത്തിലെ കൈ ഇങ്ങനെ തട്ടി വീണതായിരിക്കും. ആ തെറ്റിന് ഞാൻ ദീമോൾക്ക് വേണ്ടി മാപ്പ് ചോദിക്കുന്നു. വേണ്ട, നീ പൂങ്കണ്ണീരും പൊഴിച്ച് മാപ്പ് പറഞ്ഞു പ്രശ്നം ഒഴിവാക്കാൻ നോക്കണ്ട. നിങ്ങൾ അമ്മയും മോളും ഈ കേസിൽ നിന്ന് അത്ര പെട്ടെന്ന് ഊരി പോവൊന്നുമില്ല. മോള് പറ, ആര് പറഞ്ഞിട്ടാ നീ മുത്തശ്ശനെ കൊല്ലാൻ പ്ലാൻ ചെയ്തത്? ദിയമോളൊന്നും ചെയ്തില്ല ആന്റി. എന്നിട്ട് കള്ളം പറയുന്നോടി. വേണ്ട, അങ്ങനെ ഇല്ലാത്ത കാരണം ഉണ്ടാക്കി കാളിയാട്ടം ആടിയാലൊന്നും ഇവിടെ നിന്ന് ആരും പുറത്തു പോകാൻ പോകുന്നില്ല. അങ്ങനെ വല്ല ഉദ്ദേശവും എന്റെ അപ്പച്ചിക്കും ഏട്ടത്തിക്കും ഉണ്ടെങ്കിൽ അതങ്ങ് കളഞ്ഞേക്ക്. കർണാര, നീ എന്താടാ ഒന്നും മിണ്ടാത്തെ? ഓട്ടിച്ചിറക്കടാ രണ്ടിനെ. ഈ തള്ളയും മോളും പടിയിറങ്ങിയാലേ ഈ കുടുംബം ഗുണം പിടിക്കൂ. അച്ഛാ, അപ്പച്ചിയുടെ വാക്ക് കേട്ട് വന്ദനയും മോളെ അടിച്ചിറക്കണമെന്ന് അച്ഛന് തോന്നുന്നുണ്ടെങ്കിൽ അത് പറയണം. വന്ദന എന്റെ ഭാര്യ, അവളെ പോറ്റേണ്ടത് എന്റെ ചുമതലയാ. അവളെയും മോളെ ഇറക്കി വിട്ടാ അവരോടൊപ്പം ഞാനും ഈ വീടിന്റെ പടിയിറങ്ങും. പിന്നെ അച്ഛനെ ശല്യപ്പെടുത്തിക്കൊണ്ട് ഈ മകൻ ഒരിക്കലും ഈ പടി കയറില്ല. തീരുമാനം ആലോചിച്ചിട്ട് പറയാച്ച. വാ വന്ദനെ, വാ മോളെ, വാ. ചേച്ചി, ഞാൻ ആദ്യം ഈ പ്രശ്നത്തെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കട്ടെ, എന്നിട്ട് വേണ്ടത് ചെയ്യാം.